ഓക്കെ, നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ആക്ച്വലി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അതിലെ ഡൊമൈൻ റേഞ്ച് ഇല്ലേ, ആ ഡൊമൈൻ റേഞ്ച് എന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്ക് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് എന്ന് പറയാം, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പറയാം. കാരണം ഇവിടെയുള്ള ഫംഗ്ഷൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അത് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന ടെക്നിക്കാണ്. അത് നമ്മൾ പഠിച്ച റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഡൊമൈൻ എന്താണ്? -∞ മുതൽ ആൽഫ വരെ, യൂണിയൻ ബീറ്റ ടു ഗാമ, യൂണിയൻ ഡെൽറ്റ ടു ഇൻഫിനിറ്റി. Then we have to find the value of alpha plus beta plus gamma plus delta. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇതിന് ഡൊമൈൻ കാണണ്ടേ അല്ലേ? ഇവിടെ ഫംഗ്ഷൻ ആരാ? സൈൻ ഇൻവേഴ്സ് 1/x² - 2x - 2 അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. സൈൻ വേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയിലല്ലേ അല്ലെ? അപ്പൊ സൈൻ വേഴ്സിന്റെ ഉള്ളിൽ ആര് വന്നാലും അതിന്റെ വാല്യൂ എന്താണ്? -1നും 1നും ഇടയില അല്ലെ? ഇവിടെ സൈൻ വേഴ്സിനുള്ളിൽ ആരാ? 1/x² - 2x - 2 അല്ലെ? അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും? -1നും 1നും ഇടയായിരിക്കും അല്ലെ? ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണുക എന്ന് മാത്രമാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ ഭാഗം എടുത്തു. ഓക്കെ, ആ ഭാഗം ആരാ? 1/x² - 2x - 2 അല്ലെ? << 1 അല്ലെ? ഞാനേ ഇത് സോൾവ് ചെയ്യാണ്. ആ സോൾവ് ചെയ്യാൻ ആദ്യം 1 ഇങ്ങോട്ട് കൊണ്ടു. അപ്പൊ എന്താ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയില്ലേ? കാരണം എന്താ? x² - 2x - 2 എന്ന ഫംഗ്ഷന് സൈൻ നമുക്കറിയില്ല അല്ലെ? സൈൻ അറിയാത്ത ഒരാളെ ഇനിക്വാലിറ്റിന്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയുന്ന കാര്യമല്ലേ അല്ലെ? സോ 1 ഇങ്ങോട്ട് കൊണ്ടു. അപ്പൊ എന്താ? 1/x² - 2x - 2 -1 0 അല്ലെ? ഇത് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുക 1 മൈനസ് ഓഫ് ഇത് ഇൻറ്റു 1 അല്ലേ? x² - 2x - 2 ബൈ എന്താ? x² - 2x - 2 എന്താണ്? << 0 ആയി. ഇതാരാ? 1. ആ മൈനസ് ഉള്ളിലേക്ക് കൊടുത്താലേ -x² - 2x + 2x അല്ലേ? -2 + 2 അല്ലേ? ഡിവൈഡ് ബൈ x² - 2x - 2 എന്തായി? << 0 ആയി അല്ലെ? ഇതിപ്പോ എന്തായി? -x² + 2x 1 + 2 3 അല്ലേ? ഡിവൈഡ് ബൈ x² - 2x - 2 എന്താ? << 0. വേണമെങ്കിൽ ഈ മൈനസിന് ഒഴിവാക്കാൻ ഞാൻ മൊത്തം എന്ത് ചെയ്യാം? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇനിക്വാലിറ്റി റിവേഴ്സ് ആവില്ലേ? അവിടെ x² ക്വോഷ്യൻ നെഗറ്റീവ് അല്ലേ? സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴേ x² ക്വോഷ്യനെ പോസിറ്റീവ് ആക്കാറല്ലേ അല്ല? അതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? -x² ഡിവൈഡ് ചെയ്യണം. -1 മൾട്ടിപ്ലൈ ആണ്. സോ -x² എന്താവും? +x² ആവും. +2x എന്താവും? -2x ആവും അല്ലെ? +3 എന്താവും? -3 ആവും. ഡിവൈഡ് ബൈ എന്താ? x² - 2x - 2 അല്ലേ? ഇനി നെഗറ്റീവ് നമ്പർ മൾട്ടിപ്പിൾ ഇനിക്വാലിറ്റി ഫ്ലിപ്പ് ചെയ്യില്ലേ അല്ലെ? ഇവിടെ ഇപ്പൊ << 0 അല്ലേ? അപ്പൊ ഈ നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് << എന്താവും? > അല്ലേ? എടാ ഇതല്ലേ വരിക? എടാ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? എടാ RHSൽ 0 ഇനിക്വാലിറ്റി അല്ലെ? ഇങ്ങനെ RHSൽ 0യും ഇനിക്വാലിറ്റി വന്നാലേ സോൾവ് ചെയ്യുന്ന മെത്തേഡ് വേവിക്കർ മെത്തേഡ് അല്ലേ? പക്ഷെ വേവിക്കർ മെത്തേഡ് അപ്ലൈ ആണെങ്കിൽ LHSൽ ഫുള്ളി ഫാക്ടറൈസ് ഫോമുല ആവണ്ടേ? പക്ഷെ ഇപ്പൊ എന്തല്ല, അത് ഫുള്ളി ഫാക്ടറൈസ് ഫോമുല അല്ല അല്ലെ? അപ്പൊ എന്താക്കണം? ഫുള്ളി ഫാക്ടറൈസ് ഫോമുല ആക്കണ്ടേ? ഇപ്പത് ഫുള്ളി ഫാക്ടറൈസ് ഫോമുല അല്ല. അപ്പൊ എന്താക്കണം? ഫുള്ളി ഫാക്ടറൈസ് ഫോമുലൊക്കെ ആക്കണം. എങ്ങനെ ആക്കാം? ഇയാളെ ഫാക്ടറൈസ് ചെയ്യാം. 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ -2, 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3. ആരൊക്കെയാ? -3 1 അല്ലേ? -3 1 അല്ലേ? -3 + 1 -2 ആണ്. -3 × 1 -3 അല്ലേ? അപ്പൊ ഇയാൾ എങ്ങനെ ചെയ്താ? -3 1 അപ്പൊ എന്താ? x - 3 × x + 1 എന്താ അല്ലെ? ഫാക്ടറൈസ് ഫോമുല അല്ലെ? പക്ഷെ ഡിനോമിനേറ്റർ ഫാക്ടറൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? 2 ആളെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ? -2 അല്ലെ? 2 ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടൂല അല്ലെ? അല്ലെങ്കിൽ അങ്ങനെ ഇൻഡിജർ നമുക്ക് കിട്ടൂല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? അതിന് റൂട്ട് ഉണ്ടാ പോരെ അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടേ ആൽഫയും ബീറ്റ ആണെങ്കിലേ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് x - α × x - β എന്ന് എഴുതാലോ അല്ലെ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടേ ആൽഫയും ബീറ്റ ആണെങ്കിലേ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? x - α × x - β എന്ന് എഴുതാലോ അല്ലെ? അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് എന്താ? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആരാദ്യം? x² - 2x - 2 0 അല്ലേ? 0 എന്ന് പറയുന്നത് x² - 2x - 2 ആണ് അല്ലെ? അപ്പൊ അതിന്റെ റൂട്ട് ആരാ? (-b + (-) √(b² - 4ac/2) അല്ലേ? അപ്പൊ എന്താ? ആൽഫ ബീറ്റ എന്താ? -b - (-) + 2 +1 √(b² - 2² 4 അല്ലേ? -4ac 4 × 1 × -2 8 അല്ലേ? /2a. അപ്പൊ എന്താ വരിക?
2 പ്ലസ് ഓർ മൈനസ് √12 ആ. √12 എന്ന് പറഞ്ഞാലേ √4 √2 √3 അല്ലേ ബൈ 2 ആയിട്ട് എന്ത് തരാം 1 പ്ലസ് ഓർ മൈനസ് √3 അല്ലെ. അപ്പൊ ഒരു റൂട്ട് 1 പ്ലസ് √3 മറ്റൊരു റൂട്ട് അല്ല 1 മൈനസ് √3 അല്ലേ. അപ്പൊ എഴുതാം ആൽഫയും ബീറ്റയും റൂട്ട് ആണെങ്കിലേ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ അല്ലേ. അപ്പൊ 1 പ്ലസ് √3 1 മൈനസ് √3 റൂട്ടാണ് എന്ത് ചെയ്താ എക്സ് മൈനസ് 1 പ്ലസ് √3 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് √3 എന്ന് ഫാക്ടറൈസ് ചെയ്യാലോ അല്ലെ. എടാ ഇതിന് ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ നമ്പറിന്റെ ടേമിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ ആൽഫയും ബീറ്റയും കാണാം. ആൽഫയും ബീറ്റയും കണ്ട ഫാക്ടേഴ്സ് ആരാ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ അല്ലേ. ആൽഫ 1 പ്ലസ് √3 ബീറ്റ 1 മൈനസ് √3 ആണെങ്കിൽ എന്താ വരാ എക്സ് മൈനസ് 1 പ്ലസ് √3 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് √3 അല്ലേ അല്ലെ. ഇതെന്താണ് ഇത് സോൾവ് ചെയ്യാലോ. ഇപ്പൊ ഇത് വേവി കർ അപ്ലൈ ചെയ്യാലോ. കാരണം എന്താ റൈറ്റ് സൈഡിൽ 0 ആണ് അല്ലെ, ഇനിക്വാലിറ്റി ആണ്. ലെഫ്റ്റ് സൈഡ് ഫുള്ളി ഫാക്ടറൈസ് ഫോമിലാണ്. എന്താ അപ്ലൈ ചെയ്യാം വേവി കർ അപ്ലൈ ചെയ്യാം അല്ലെ. എന്താ വേവി കർ നമ്പറിൽ വരക്കുക. ആ നമ്പറിൽ ആരെ വേണം മാർക്ക് ചെയ്യാൻ ഓരോ ഫാക്ടേഴ്സും 0 പോയിന്റ് അല്ലേ അല്ലെ. ഫസ്റ്റ് ഫാക്ടർ എക്സ് മൈനസ് 3 അല്ലേ. എക്സ് മൈനസ് 3 പ്ലസ് 0 എക്സ് 3 ആകുമ്പോഴല്ലേ മാർക്ക് ചെയ്തു അല്ലെ. അടുത്താണ് എക്സ് പ്ലസ് 1 അല്ലേ. എക്സ് പ്ലസ് 1 പ്ലസ് 0 എക്സ് മൈനസ് 1 ആകുമ്പോഴല്ലേ അത് മാർക്ക് ചെയ്തു. അടുത്താണ് എക്സ് മൈനസ് 1 പ്ലസ് √3 അല്ലേ. എക്സ് മൈനസ് 1 പ്ലസ് √3 പ്ലസ് 0 എക്സ് 1 പ്ലസ് √3 ആകുമ്പോഴല്ലേ 1 പ്ലസ് √3 പറയുമ്പോഴേ √3 1 പ്ലസ് 1.73 ആ 1 പ്ലസ് 1.73 2.73 ഒക്കെ വരിക. അപ്പൊ ഇവിടെ അല്ലേ 1 പ്ലസ് √3 വരിക. പിന്നെ എക്സ് മൈനസ് 1 മൈനസ് √3 പ്ലസ് 0 എക്സ് 1 മൈനസ് √3 നമ്മളല്ലേ എക്സ് 1 മൈനസ് √3 1 മൈനസ് √3 പറയുമ്പോഴേ 1 മൈനസ് 1.73 മൈനസ് 0.73 വരിക. അപ്പോൾ ഇവിടെ വരിക 1 മൈനസ് √3 അല്ലെ. അപ്പൊ എന്താ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലെ. നമുക്ക് വേണ്ടത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ അല്ലെ. ഗ്രേറ്റർ ദാൻ 0 എന്ന കേസ് അല്ലേ അല്ലെ. എവിടെ ഗ്രേറ്റർ ദാൻ 0 വരിക പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് അല്ലെ. ഏതാ മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ യൂണിയൻ 1 മൈനസ് √3 മുതൽ 1 പ്ലസ് √3 വരെ യൂണിയൻ 3 ടു ഇൻഫിനിറ്റി വരെ ഇതിലിട്ട് അല്ലെ. മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ പിന്നെയോ 1 മൈനസ് √3 മുതൽ 1 പ്ലസ് √3 വരെ പിന്നെയോ 3 ടു ഇൻഫിനിറ്റി വരെ ഇതെല്ലാം ആ റീച്ചിങ് കിട്ടിയത് അല്ലെ. ആൻസർ ആയിട്ടില്ല കേട്ടോ. ഇത് ഏത് മാത്രമായിട്ടുള്ളൂ ഈ കേസ് മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ. അതുപോലെ എന്ത് ചെയ്യണം ഈ കേസ് നമുക്ക് സോൾവ് ചെയ്യണ്ടേ അല്ലെ. ഇപ്പൊ എന്തായിട്ടുള്ളൂ മക്കളെ ഇപ്പൊ ഈ കേസ് മാത്രമേ സോൾവ് ചെയ്തുള്ളൂ അതിന് കിട്ടി അല്ലെ. ഇതുപോലെ എന്ത് ചെയ്യണം ഈ കേസും സോൾവ് ചെയ്യാം അല്ലെ. രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആൻസർ ചെയ്യാം അല്ലെ. അപ്പൊ അത്ര ഈസി അല്ല, കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട് എന്തായാലും അല്ലെ. ഇത് സോൾവ് ചെയ്യണേ ഇത് സോൾവ് ചെയ്യാം കേട്ടോ. അതെന്താണ് തിരിച്ചെഴുതിയാൽ ഫസ്റ്റ് ആരാ 1/x² മൈനസ് x മൈനസ് 2 7:53 ഒരു കട്ടുണ്ട്. 7:53 ഒരു കട്ടുണ്ട്. അപ്പൊ ഒരു റീജിയൻ മാത്രം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞുള്ളൂ അല്ലെ. ഇനി എന്ത് ബാക്കിണ്ടാ ഈ ഭാഗം ബാക്കിയില്ലേ അല്ലെ. ഈ ഭാഗം മാത്രം ചെയ്ത് കഴിഞ്ഞുള്ളൂ അല്ലെ. ഇനി ഈ ഭാഗം ബാക്കിയില്ലേ ആ 2 ഭാഗം എടുത്തിട്ട് ഇന്റർസെക്ഷൻ എടുത്താൽ നമ്മൾ ആൻസർ ആവുള്ളൂ അല്ലെ. അല്ലാണ്ട് വെറുതെ ഒറ്റ ഭാഗം ചെയ്ത് ആൻസർ ആവില്ല അല്ലെ. ഇതും സാറ്റിസ്ഫൈ ചെയ്യണം ഇതും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ രണ്ടിനും ഇന്റർസെക്ഷൻ ആകാം അല്ലെ. അപ്പൊ ഈ റീജിയൻ അടുത്തെടുക്കണ്ടേ അതെന്താ അത് തിരിച്ചല്ലേ. അത് തിരിച്ചിട്ട് എന്ത് 1/x² മൈനസ് 2x മൈനസ് 2 x² മൈനസ് 2x മൈനസ് 2 അല്ലേ. ഗ്രേറ്റർ ദാൻ -1 അല്ലേ അല്ലെ. അത് നേരത്തെ ഇതിങ്ങനല്ലേ -1 ലെസ് ദാൻ ഒരിക്കുന്നല്ലേ. അത് തിരിച്ചിട്ട് എന്താണ് 1/x² മൈനസ് 2x മൈനസ് 2 ഗ്രേറ്റർ ദാൻ -1 അല്ലേ. ഇത് സോൾവ് ചെയ്യാം അല്ലെ. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ -1 ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായി 1/x² മൈനസ് 2x മൈനസ് 2 ആ -1 വന്ന +1 ആവില്ലേ ഗ്രേറ്റർ ദാൻ 0 അല്ലെ. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് തരിക 1 പ്ലസ് x² മൈനസ് 2x മൈനസ് 2 ഡിവൈഡ് ബൈ x² മൈനസ് 2x മൈനസ് 2 ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പൊ എന്താവും x² മൈനസ് 2x അവിടെ 1 മൈനസ് 2 -1 അല്ലേ ഡിവൈഡ് ബൈ x² മൈനസ് 2x മൈനസ് 2 എന്താ ഗ്രേറ്റർ ദാൻ 0 അല്ലെ. അവിടെ ഇങ്ങനെ ഇനീക്വാളിറ്റി വന്നാലേ ആ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുന്ന മെത്തേഡ് വേവിക്കർ മെത്തേഡ് അല്ലേ അല്ലെ. പക്ഷെ വേവിക്കർ മെത്തേഡ് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് കണ്ടീഷൻ എന്താ LHS മസ്റ്റ് ബി ഫുള്ളി ഫാക്ടറൈസ് ഫോം അല്ലെ. താഴത്തെ ആളെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ ഓൾറെഡി അല്ലെ. താഴത്തെ ആളെ നോർമലി ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ല കഴിഞ്ഞ ജസ്റ്റ് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതല്ലേ ഫാക്ടറൈസ് ചെയ്ത ഫോമിൽ താഴത്തെ ആളെ അതാരാ x മൈനസ് 1 പ്ലസ് √3 ഇൻറ്റു x മൈനസ് 1 മൈനസ് √3 ഇതെല്ലാം വന്ന് നേരത്തെ യെസ്. ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. താഴത്തെ ആളെ ഞാൻ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. ഇതേപോലെ മുകളിലത്തെ ഫാക്ടറൈസ് ചെയ്യണ്ടേ. മുകളിലത്തെ ആളെ നാച്ചുറൽ നമ്പറിന്റെ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പറ്റുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പറ്റും നോക്കാം 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം
-2 അല്ലെ. രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്തിടണം -1. അങ്ങനെയുള്ള നമ്പേഴ്സ് മൈൻഡിലേക്ക് ഓടുന്നുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് ഓടുന്നില്ല, ഇൻഡിയേഴ്സ് ഓടുന്നില്ല അല്ലെ. ആഡ് ചെയ്യുമ്പോൾ -2, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1, അങ്ങനെ പെട്ടെന്ന് നമ്പേഴ്സ് നമുക്ക് കിട്ടൂല അല്ലെ, കാരണം ഇൻഡിയേഴ്സ് ഇല്ല അവിടെ അല്ലെ. പിന്നെന്താ കാര്യം? അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൽഫയും ബീറ്റയും റൂട്ട് കാണും അല്ലെ. ആ റൂട്ട് കിട്ടി എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക? x - ആൽഫ × x - ബീറ്റ. അങ്ങനെയാണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയത് അല്ലെ. അപ്പൊ എന്താ പറയുക? ഞാൻ ജസ്റ്റ് റൂട്ട് കാണാൻ പോണേ. എന്താ റൂട്ട് വരിക? ഇത് റൂട്ട് കാണാൻ പോട്ടോ. x = അല്ലെ ആൽഫ ബീറ്റ = -b -1 - 2 +2 +1 - b² -2² 4 അല്ലേ. -4ac 4 × 1 - 2 അത് 8 ആവില്ലേ /2a. അപ്പൊ എന്താ 2 + 4 ഇതാരാ? √12 അല്ലേ. ഒരു മിനിറ്റ് ഞാൻ ഇതല്ലേ ചെയ്യേണ്ടത്. അതോട് ഞാൻ ഫാക്ടറൈസ് ഇതല്ലേ ചെയ്യേണ്ടത്. താഴത്തെ ആളെ ഫാക്ടറൈസ് ചെയ്തല്ലേ, മുകളിലത്തെ ഫാക്ടറൈസ് ചെയ്തോ. താഴത്തെ ആളെ ഞാൻ ഓൾറെഡി ഫാക്ടറൈസ് ചെയ്തല്ലേ, മുകളിലത്തെ ആളെ ചെയ്യാം. -1 - 2 +2 +1 - b² -2² 4 അല്ലേ. -4ac 4 × -1 4 അല്ലേ വരാ /2a2 അല്ലേ വരാ. അപ്പൊ 2 + 4 -√8 2√2 അല്ലേ. ഇത് √8 2√2 അല്ലേ /2. അപ്പൊ എന്താ 1 + കട്ട് ചെയ്താലേ 1 + -√2 അല്ലേ വരാ അല്ലെ. അപ്പൊ എന്താ 1 + √2 ആവാം, അല്ലെങ്കിൽ 1 - √2 ആവാം. ഫാക്ടർ എന്താ? x- ഒരു ഫാക്ടർ എന്താ 1 + √2 അല്ലെ. മറ്റേ ഫാക്ടർ എന്താ 1 - √2. > 0 കിട്ടിയില്ലേ. ഇനി ഇത് സോൾവ് വളരെ ഈസി അല്ലേ. വേവ് അപ്ലൈ ചെയ്യാം അല്ലെ. നമ്പറിനെ വരക്കാം. ആ നമ്പറിൽ ആരെ മാർക്ക് ചെയ്യാം? x - 1 + √2 പ്ലസ് ആവാ x 1 + √2 നമ്മളല്ലേ അല്ലെ. ഓരോ ഫാക്ടേഴ്സും 0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണ്ടേ, അത് മാർക്ക് ചെയ്തു അല്ലെ. അടുത്ത ആളാ x - 1 - √2 പ്ലസ് ആവാ x 1 - √2 നമ്മളല്ലേ. ഇനി x - 1 + √3 പ്ലസ് ആവാ x 1 + √3 നമ്മളല്ലേ അല്ലെ. x - 1 - √3 പ്ലസ് ആവാ x 1 - √3 നമ്മളല്ലേ അല്ലെ. സോ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. എനിക്ക് > 0 എന്ന് കേസ് അല്ലേ അല്ലെ. അവിടെ പോസിറ്റീവ് എന്ന് കേസ് ഇതല്ലേ അല്ലെ. അപ്പൊ ഇത് -∞ മുതൽ 1 - √3 വരെ യൂണിയൻ ദ ക്ലോസ്ഡ് ആണോ. 1 - √2 മുതൽ 1 + √2 വരെ യൂണിയൻ 1 + √3 മുതൽ ∞ വരെ. ഇതല്ലേ കിട്ടിയത് അല്ലെ. ഇതാണ് ഇപ്പൊ കിട്ടിയത് അല്ലെ. നേരത്തെ കിട്ടിയത് ഇതല്ലേ നേരത്തെ കിട്ടിയത്. അതാരാ? -∞ മുതൽ -1 വരെ യൂണിയൻ 1 - √3 മുതൽ 1 + √3 വരെ യൂണിയൻ 3 to ∞ വരെ. ഇതല്ലേ നേരത്തെ കിട്ടിയത് അല്ലെ. അപ്പൊ രണ്ട് സൊല്യൂഷൻ ആയി. ആ രണ്ടിനെയും ഇന്റർസെക്ഷൻ വേണ്ടി നമുക്ക് എടുക്കാൻ എങ്ങനെ ഇന്റർസെക്ഷൻ എടുക്കാം? ഞാൻ രണ്ടും നമ്പറിനെയും വർക്ക് ചെയ്യാം. കുറച്ച് ലെങ്തി ആട്ടോ അഗെയിൻ, പക്ഷെ പഠിച്ച കാര്യം തന്നെ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് റീജിയൻ ഏതാ? ഇതല്ലേ എന്റെ ഫസ്റ്റ് റീജിയൻ. ഫസ്റ്റ് സെക്കൻഡ് ഏതോ ഓക്കെ. അത് -∞ മുതൽ 1 - √3 വരെ. 1 - √3 ഇവിടെ ഞാൻ എല്ലാവരും മാർക്ക് ചെയ്യണേ. 1 - √3 ഉണ്ട്, 1 - √2 ഉണ്ട്, 1 + √2 ഉണ്ട്, 1 + √3 ഉണ്ട്. ഫസ്റ്റ് റീജിയൻ ഏതാ? 1 - √3 -∞, 1 - √2 1 + √2 അല്ലെ. 1 - √2 1 + √2 1 + √2 പിന്നെയോ 1 + √3 ∞. ഇതല്ല ഫസ്റ്റ് റീജിയൻ. ഇത് അത് മാർക്ക് ചെയ്തു നമ്പറിൽ അല്ലെ. ഇനി ആരാ? -∞ മുതൽ -1 വരെ അല്ലെ. -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, കാരണം 1 - √3 എന്ന് പറഞ്ഞാൽ -0.73 ആവും. സോ -1 ഇവിടെ വരും അല്ലെ. അപ്പൊ ഇതല്ലേ ആ റീജിയൻ. ഇതല്ലേ -∞ മുതൽ -1 വരെ. പിന്നെ 1 - √3 മുതൽ 1 + √3 വരെ, 1 - √3 മുതൽ 1 + √3 വരെ, 1 + √2 ഇവിടെ. പിന്നെ 3 to ∞, ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും. 3 to ∞ അല്ലേ വരാം അല്ലെ. അപ്പൊ ഈ രണ്ടും, ഈ കാണുന്ന പച്ചയും ഈ കാണുന്ന കളറും കൂടി ജോയിൻ, രണ്ടിന് ഇന്റർസെക്ഷൻ വേണം അല്ലെ. ഏതാ ഇന്റർസെക്ഷൻ പോർഷൻ വരിക? ഒന്ന് ഇതല്ലേ. അതാരാ? -∞ മുതൽ -1 വരെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ അടുത്ത ഇന്റർസെക്ഷൻ അതാരാ? 1 - √2 മുതൽ 1 + √2 വരെ അല്ലെ. അടുത്ത ഇന്റർസെക്ഷൻ ഇവിടെ അല്ലേ. രണ്ട് റീജിയൻ വേണം. അതായതല്ലേ അതാ. ഇവിടെ രണ്ട് റീജിയൻ ഇല്ലല്ലോ. ഇവിടെ ആകെ ഈ റീജിയൻ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ആകെ ഇത് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. രണ്ടും കൂടി വരുന്നത് ഇതല്ലേ അടുത്തത്. ആ 3 to ∞, 3 to ∞. ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞിട്ട് -∞ മുതൽ ആൽഫ വരെ യൂണിയൻ β to ഗാമ യൂണിയൻ ഡെൽറ്റ to ∞. ഇതല്ലേ പറഞ്ഞത് അല്ലെ. അപ്പൊ ആൽഫ ആരാ? -1 ആ. ബീറ്റ ആരാ? 1 - √2 ആ. ഗാമ ആരാ? 1 + √2 ആ. ഡെൽറ്റ ആരാ? 3 ആണ് അല്ലെ. കാണാൻ പറഞ്ഞ ആരെയാ? ആൽഫ + ബീറ്റ + ഗാമ + ഡെൽറ്റ അല്ലേ. ആൽഫ ആരാ? -1, ബീറ്റ ആരാ? 1 - √2.
ഗാമയാര 1+√2 ഡെൽറ്റയാര 3 കട്ട് ചെയ്ത് എന്ത് വരിക ഈ 1 പോയി ബാക്കി എന്താ 3+1 4 അല്ലേ വരിക സോ ആൻസർ ഈസ് 4 ഏത് ഓപ്ഷൻ 4 ഓപ്ഷൻ 2 അല്ലേ സോ ഓപ്ഷൻ 2 ആൻസർ ഓക്കെ കുറച്ച് ലെങ്തി ആട്ടോ പക്ഷെ നമ്മൾ ഡൊമൈൻ പറഞ്ഞ ഡൊമൈനിൽ പഠിച്ച അതേ കൺസെപ്റ്റ് ആണ് വേവിക്കാർ പഠിച്ച അതേ കാര്യം തന്നെ വേറെ ഒന്നുമില്ല ഇവിടെ ഓക്കെ